ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രക്കായും അതുപോലെ തന്നെ ചെമ്മീനും കൊഞ്ചും കൂടെ നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണ്. 250 ഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീൻ്റെ അളവാണ് പറയുന്നത്. അതിലേക്ക് 3-4 ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്, 2-3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. മുഴുവനായിട്ട് മുളക് പൊടിയാണെങ്കിൽ ചേർക്കാം, പക്ഷേ ഇങ്ങനെ വറ്റൽമുളകും കൂടെ വറുത്ത് അരയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ അതിലേക്ക് നല്ലോണം ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ചുമന്ന കളറാവണ വരെ വറുത്തെടുക്കണം. ചിലത് ഇതിൻ്റെ കൂടെ പുളിയിട്ട് അരയ്ക്കാറുണ്ട്. ഞാൻ പുളിവെള്ളം സെപ്പറേറ്റ് ചേർക്കാണ് പതിവ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടി വീട്ടിൽ തന്നെ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനത്തെ വറുത്ത കറികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കടച്ചക്ക മസാല അതുപോലെ തന്നെ വറുത്തരച്ച കറികൾക്കൊക്കെ തീയലിനൊക്കെ നല്ലൊരു മല്ലിപ്പൊടി വളരെയധികം ടേസ്റ്റ് കൂട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് ഇട്ടത് കൊണ്ട് തന്നെ ഞാനൊരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചുവന്ന കളറാവണ വരെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പുളി ഇതിൽ കൂട്ടി ചിലത് അരയ്ക്കണതാണ്. ഞാൻ പുളിവെള്ളം വേറെ ഒഴിക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീനൊന്ന് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരുമിച്ച് കൊണ്ടുവന്നാൽ വേവിച്ച് വെക്കുക പതിവ്. നമുക്ക് ഫ്രൈ ആക്കുക കറിയാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അങ്ങനെ കുറച്ചധികം വേവിച്ച് വെച്ചത് കൊണ്ട് തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെമ്മീൻ ഇതിൽ വേവിച്ചെടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് ചെമ്മീൻ വേവിച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിലും വേണമെങ്കിൽ സൂക്ഷിക്കാം, ഒട്ടും വെള്ളമില്ലാതെ. കണ്ടോ, ഇങ്ങനെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ആക്കണമെങ്കിൽ ഫ്രൈ ആക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ നേന്ത്രക്കായ ഞാൻ തൊലി കളയാതെയാണ് വേവിച്ച് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ആ ചട്ടിയിൽ തന്നെ ചുമന്നുള്ളി കുറച്ച് നല്ലോണം വേണം കേട്ടോ. ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇതിൽ വെള്ളുള്ളി അങ്ങനെ ചേർക്കാറില്ല. ചുമന്നുള്ളിയുടെ ടേസ്റ്റാണ് തീയലിന് കൂടുതൽ വേണ്ടത്. തീയൽ പലരും മുരിങ്ങക്കായ ഇട്ടിട്ടും ചക്കക്കൂരി ഇട്ടിട്ടും അതുപോലെ തന്നെ പക്ഷേ കായ ഇട്ടിട്ട് അധികാരം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നേന്ത്രക്കായയിൽ പുളിയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ വേവിച്ചതായതുകൊണ്ട് തന്നെ വേവിച്ച ചെമ്മീനും കായൊക്കെ ഒരുമിച്ചിടാണ്. അല്ലെങ്കിൽ കായും ചെമ്മീനും പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വേവിച്ചതായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിലേക്ക് തൊലി കളയാതെ വേവിച്ചെടുത്ത നേന്ത്രക്കായ ഉടഞ്ഞു പോകരുത്. നമുക്ക് കഷ്ണങ്ങളായിട്ട് കഴിക്കാനായിട്ട് കിട്ടണം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് വാളംപുളി, വെള്ളം പിഴിഞ്ഞതാണ് കേട്ടോ. കുടംപുളി അല്ല തീയലിൽ ചേർക്കാറ്, വാളംപുളിയാണ്. ചില തേങ്ങയുടെ കൂടെ വറുത്ത് അരയ്ക്കാറുണ്ട്, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ പുളിയുടെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചും കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചെമ്മീൻ എപ്പോഴും മാങ്ങിയിട്ടൊക്കെ വയ്ക്കുമ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ കാരണമാണ് കേട്ടോ ഇങ്ങനെ മാറ്റി പിടിച്ചത്. അതുപോലെ തന്നെ ചുരക്കിയിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ട്. അതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചുരക്കിയിട്ട് വയ്ക്കുമ്പോൾ. വാളംപുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട്. അപ്പോൾ അത് മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തൃശ്ശൂർ സൈഡിലൊക്കെ വറുത്തരച്ച് വയ്ക്കുമ്പോൾ ഇതിൽ ഉള്ളി മൂപ്പിക്കും. തീയലാകുമ്പോൾ അങ്ങനെ ഉള്ളി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കായും കൊഞ്ചും അധികാരം ചെയ്യാത്ത ടേസ്റ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ചൈനീസ് കിച്ചൺ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുറച്ച് നേരം ഇരുന്നൊന്ന് ചൂടാറുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. പിറ്റേ ദിവസത്തേക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ആ പുളിയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് എല്ലാം എഴുതി അറിയിക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.